വയസ്സാണെന്നൊന്നും പറയില്ല. താണ്ഡവാണ് ആള്. മെഗാ ഒരു അടിപൊളി കൊമേഴ്ഷ്യൽ പടം. കൊമേഴ്ഷ്യൽ പടത്തിന് എന്തൊക്കെയുണ്ട് അതൊക്കെ ഉണ്ട്. വരാ കാണാ പൊളിക്കുക. 42 വർഷമായി അയാൾ ഈ ഭൂമിയിൽ വന്നിട്ട് അയാൾ ജനത്തെ കൈവിട്ടിട്ടില്ല. ജനം അയാളെയും കൈവിടില്ല. ഇന്ത്യൻ സിനിമയിലെ ഒരേ ഒരു സ്റ്റാർ മെഗാ സ്റ്റാർ മമ്മൂട്ടി തന്നെ. ഇന്ത്യൻ സിനിമയിലെ മെഗാ സ്റ്റാറെ തോൽപ്പിക്കാൻ ഇന്ത്യൻ മണ്ണിൽ ഒരാളില്ല. സൂപ്പർ സിനിമ, അടിപൊളി സിനിമ, അടിപൊളി പടം. ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്, രോമം നീക്കും. 42 വർഷമായി അയാൾ ഈ ഭൂമിയിൽ വന്നിട്ട് അടിപൊളി, രക്ഷയില്ല. ജോസേന്റെ കിണ്ടൽ ഫൈറ്റ് അടിപൊളി. സൂപ്പർ സൂപ്പർ എന്ന് മാത്രമേ പറയാനുള്ളൂ. മമ്മൂക്ക എന്നും രാജാവാണ്, നായകന്മാരിൽ നായകൻ. ಸೆಕೆಂಡ್ ಹಾಫ್ ಪೋಳಿ ರಾಘವಿ ಶೆಟ್ಟಿ ಅವರುಗಳು ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ಅಮುಕ ಪೋಳಿച്ചെടുക്കുന്നു. സെക്കൻഡ് ഹാഫ് കൊള്ളാം, അടിപൊളി. സൂപ്പർ മമ്മൂക്കാനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ട് പടത്തിൽ സൂപ്പർ പടം, അടിപൊളി, ഒരു രക്ഷയില്ല പടം. എല്ലാവരും കാണാം. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലാണ്. സൂപ്പർ ആക്ഷൻ മൂവിയാണ്. പക്ഷേ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നന്നായി എടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് സൂപ്പറായി എടുത്തിട്ടുണ്ട്. അടുത്തൊരു 100 കോടി എന്തായാലും മലയാള എത്തും. ആറാടി സൂപ്പറാക്കി മമ്മൂട്ടി. ഗംഭീര പടം, നല്ല ആക്ഷൻ പടം. അവസാനത്തെ അരമണിക്കൂർ അത് ഗംഭീര സംഭവം തന്നെയാണ്. പെർഫോമൻസ് ഇന്നത്തെ യുവതാരങ്ങൾ നമ്മുടെ തമിഴ് സൂപ്പർ സ്റ്റാറുകൾ അജിത്, വിജയ്, സൂര്യ ഒക്കെ ചെയ്യുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. ഈ പ്രായത്തിൽ ഇത്രയും വലിയൊരു സംഭവം ഏറ്റെടുത്തിട്ട് ഇത്രയും വലിയൊരു സിനിമ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഗംഭീര പടം, എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണണം. അതാണ് സൂപ്പർ, അടിപൊളി. മമ്മൂക്കന്റെ പെർഫോമൻസ് ഈ വയസ്സിലും സൂപ്പർ, അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പർ ഹിറ്റ് പാടും, സൂപ്പർ ഹിറ്റ്. ഓരോ സീന് രോമാഞ്ചങ്ങളെ കൊണ്ടുള്ള പോലത്തെ ഓരോ സീന് 73-ാം വയസ്സിൽ ഇത്രയും മാസ് ലെവലിൽ കാണിക്കുന്നു വിചാരിച്ചിട്ടില്ല. മാസ് പറഞ്ഞ കൊല മാസ്. ഓക്കെ, താങ്ക് യു. സൂപ്പറായി പൊളിച്ചടിക്കുന്നു, കുഴപ്പമില്ല. പാട്ടമൊക്കെ അടിപൊളിയായിരുന്നു. ഞാനേട്ടനെ വീട്ടിലിരുന്ന് പപ്പടം പൊരിച്ചടിക്കും. പൊളിച്ചടിക്കും.